ആനന്ദ ആനന്ദ എന്താ പറ്റിയത്? എന്തെങ്കിലും നടക്കുന്നത്? എന്തു പറ്റി അമ്മേ? എന്തിനാ നിങ്ങളിങ്ങനെ നടക്കുന്നേ? വല്ല എക്സസൈസും ആണോ? അല്ല, എക്സസൈസ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ നടക്കുന്നേ? നിന്റെ അമ്മ എന്തിനാ നടക്കുന്നേന്ന് അറിയാത്തോണ്ട് ഞാനും അവളുടെ കൂടെ നടക്കുക. എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് ഞങ്ങളോടാണോ ചോദിക്കുന്നേ? കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഏതോ ലോകത്തിലാ. നീ നിന്നോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. വിളിച്ചാ നോക്കുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. ഉമ്മറത്തെ വാതില് നോക്കിയിരിക്കാന്നല്ലാതെ ഞങ്ങളെ ഒന്നും ഒരു മൈൻഡും ഇല്ല. എന്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്ന അനന്ത? അത് സമയം ഇപ്പൊ 9 മണി കഴിഞ്ഞില്ലേ? ദർശനം ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ പോരെ അമ്മേ? സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ഇത്ര വൈകിട്ടും മോൻ വരാത്തത് കൊണ്ടാണല്ലേ? അവനെന്താ കണ്ണ് കാണാത്ത കുട്ടിയാണോ അതോ പിച്ച വെച്ച് കിടക്കുന്ന കുഞ്ഞാണോ? നീ ഇങ്ങനെ പേടിക്കാനായിട്ട്? അങ്ങനെയല്ലമ്മേ. പിന്നെ ഞാൻ എന്ത് പറയാനാ? അവനെന്താ വല്ല പെൺകൊച്ചാണോ? മീശ വെച്ച ആൺകുട്ടിയല്ലേ? ഒരു കല്യാണം നോക്കുന്ന ചെറുപ്പക്കാരനാ. അതുകൊണ്ടല്ല അമ്മേ, ദർശൻ ഇതുവരേക്കും വൈകി വന്നിട്ടേ ഇല്ല. അത് മാത്രമല്ല, അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ചാർജ് എങ്ങനെ തീർന്നിട്ടുണ്ടാവും. എന്തുപറ്റി? എന്താ എല്ലാവരും ഇങ്ങനെ? ഇത്രയും നേരം നീ എവിടെയായിരുന്നു മോനെ? ഫോൺ എന്തിനാ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തല്ല വല്യമ്മേ, അതിൽ ചാർജ് തീർന്നതാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വർത്താനം പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല അമ്മേ. ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? എന്റെ ചേട്ടന് ഗേൾ ഫ്രണ്ട്സ് ആരുമില്ല. പോരാത്തേന് എന്റെ ചേട്ടൻ അങ്ങനെ ഒരാളെ അല്ല. ഇനി മുതൽ അങ്ങോട്ട് ഗേൾ ഫ്രണ്ട് ഒന്നും ആവശ്യമില്ല നിന്റെ ചേട്ടന്. ദേ കൊച്ചുമോനെ, ലേറ്റായി വന്നതോ വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നിനക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ശരി മുത്തശ്ശി. അതവൻ വന്നില്ലേ മോളെ? ഇനി എന്തിനാ നീ അതുപോലെ തന്നെ നിക്കുന്നേ? അതല്ലമ്മേ, വിശ്വനാഥൻ ചേട്ടനോട് നാളെ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തെക്കുറിച്ച് ദർശനോട് നമ്മൾ പറഞ്ഞതേ ഇല്ലല്ലോ. അത് പറയണോ ആനന്ദ? പോകുമ്പോ പറഞ്ഞവൻ വേണ്ടെന്ന് പറയുന്നാണോ? എന്തേ നേരത്തെ പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നു വെച്ചിട്ടാണോ? ഒരു പെൺകുട്ടിയെ നോക്കി താലി കെട്ടാൻ പറഞ്ഞ സന്തോഷായിട്ട് തന്നെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്താ നിന്റെ പ്രശ്നം? ശരി ശരി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വേഗം പോക്കോ. നാളെ നമ്മുടെ മോളെ പെണ്ണ് കാണാൻ ചെക്കൻ വീട്ടുകാർ വരുന്നുണ്ട്. ആനന്ദ ഭൈരവി തന്നെ അവരുടെ മകനെ നമ്മുടെ മരുമകനാക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു.
എന്താ മോളെ ഇത് പുതിയ ശീലങ്ങളൊക്കെ? പുതിയ ശീലമൊന്നല്ല ചേച്ചി, വിഷമോ? വിഷമോ? ഈ ഡ്രമാറ്റിക് ഡയലോഗ് ഒന്നും നമുക്ക് സ്യൂട്ടാവില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ കാര്യമായിട്ട് പറയുമ്പോ ഡ്രാമാറ്റിക് ഡയലോഗ് എന്ന് പറഞ്ഞ കളിയാക്കുക അല്ലേ? നാളെ നിന്നെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ഓൾറെഡി നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആചാരപ്രകാരം നിന്നെ ഭംഗിയായി ഒരുക്കി ചേട്ടന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തും. എല്ലാരും അവിടെ ചുറ്റുമുള്ളത് കൊണ്ട് ചേട്ടനാണെങ്കി നിന്നെ കാണാത്ത പോലെ അഭിനയിച്ച് ഒളിക്കണ്ണ് വെച്ച് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. നീയും നാണം കൊണ്ട് അറിയാത്തതുപോലെ ഏട്ടനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെയുള്ള കാരണന്മാരൊക്കെ മുഹൂർത്തം നോക്കിയാലോ എന്ന് പറയും. ഉടനെ മുഹൂർത്തം ഫിക്സ് ചെയ്ത് പിന്നെ കല്യാണമായി. അത് കഴിഞ്ഞാ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വയ്ക്കും. അപ്പൊ നീ കല്യാണം കഴിഞ്ഞാ പിന്നീട് അവരുടെ വീട്ടിലായിരിക്കുമല്ലേ ചേച്ചി? ഇപ്പൊ ഉള്ള പോലെ പിന്നീട് എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായി. താങ്ക് യു ചേച്ചി. ശരണ്യ, കല്യാണ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ കാണാതെ. എന്തായാലും നല്ല സുന്ദരനാ, നല്ല മനസ്സുള്ള ആളാ. അതുകൊണ്ടാ ആളെ കണ്ട ഉടനെ തന്നെ ഞാനും ഇംപ്രസ് ആയി പോയത്. എടി, നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നല്ലാതെ, നിന്നെ പെണ്ണ് കാണാൻ വരുന്നു, നിനക്ക് തന്നെ ആൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? ചേട്ടന്റെ ഒരു ഫോട്ടോ എങ്കിലും കൊണ്ടുവന്നൂടായിരുന്നോന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചതാ. അപ്പൊ എന്തു പറഞ്ഞു? ഹി 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 എന്നങ്ങൾ ചിരിച്ച് നാളെ വരാൻ പോവല്ലേ, നേരിട്ട് തന്നെ കണ്ടോന്ന് പറഞ്ഞു. കപ്പിൾ. നീ ഒരു ഏഞ്ചലിനെ പോലെയുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. നീ മാളത്തുനിന്ന് പുറത്തു വന്നോ? നല്ല അടിപൊളിയായി ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മാളത്തിന്ന് വന്നോന്നല്ല മാഡം, വീട്ടിൽ നിന്ന് തന്നെയാ വന്നത്. നീ ഏത് മാളത്തിന്ന് ഇറങ്ങി വന്നതാണെങ്കിലും ഞാൻ പറയുന്നതിന് എന്തെങ്കിലും എതിര് നീ പറഞ്ഞു എന്ന് വെച്ചാ നിന്നെ ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് പച്ചമുളക് ഉപ്പും കൂടെ അരയ്ക്കുന്നത് പോലെ കല്ലിലിട്ട് നിന്നെ ഞാൻ ചതച്ചെടുക്കും. നിന്നെ കണ്ട മാളത്തിന്ന് വന്ന പോലെ തന്നെയുണ്ട്. ആനന്ദ, ലീലാവതി, എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആരും റെഡി ആയില്ലേ? എല്ലാരും വേഗം വായോ. ദാ വരുന്നു അമ്മേ. സമയം എങ്ങനെ വൈകിക്കൊണ്ടിരിക്കല്ലേ, വേഗം ഇങ്ങ് വരാൻ നോക്ക്. അത് ശരി, നമ്മുടെ ദർശൻ മോൻ എവിടെ? ദർശൻ മോനെ. ആ, ഞാനിത് വരുന്നു. ഞാൻ റെഡി. എന്താ മോനെ ഇത്? നിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കപില, ഒരു ചീർപ്പ് എടുത്തു കൊണ്ടുവന്നേ. ഇത് നന്നായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നേ. എടി, എലിമാളത്തിന്ന് വന്നോളെ, ആ ചീപ്പൊന്ന് എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞേ? നിനക്കൊന്ന് കേട്ടൂടെ? നിന്നോടല്ലേ പറയുന്നേ? പോയി എടുത്തിട്ട് വാ, പോ. ഒന്ന് ഇളകി നടക്കടി. കൊഴപ്പില്ല എന്നുള്ളതിലല്ല മോനെ, പെണ്ണ് കാണാൻ പോകുന്ന ചെക്കനെ കണ്ടാ നിന്നെ കാണുന്ന പെൺകുട്ടി കുളിര് കോരി നിക്കണ്ടേ? പെണ്ണ് കാണാൻ പോവാണെന്നോ? അതെ മോനെ, നമ്മൾ വിശ്വനാഥൻ അങ്കിളിന്റെ വീട്ടില് അവരുടെ മോളെ പെണ്ണ് കാണാൻ പോകുക.
എന്താ കാണാൻ പോവാന്ന് പറയുന്നത്? ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലെ മരുമകളാക്കാൻ തീരുമാനിച്ചെന്ന് പറയേ. എന്താ മോനെ പറ്റിയേ? മുഖം വല്ലാതിരിക്കുന്നു. അവന്റെ നാണം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എല്ലാവരും ഇറങ്ങാൻ നോക്ക്. രാഹുകാലം ആവാറായി. നടക്കും മോനെ. ദർശൻ ഇപ്പൊ വരാമേ. ഗീതേ, ആനന്ദഭൈരവി കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ദൈവം നമുക്ക് വരം തന്നതുപോലെയാണ്. ഇവിടെ അവർക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് അവരെ സൽക്കരിക്കില്ലേ, പിന്നെ എന്ത് കുറവ് വരാനാ? നീ പറഞ്ഞ ശരി തന്നെയാ. പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ. ഇങ്ങനെ അവരിങ്ങോട്ട് വന്നതിന് ശേഷം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ? എന്റെ പൊന്നോ, വേണ്ട എല്ലാ സാധനങ്ങളും ഞാനല്ലേ ലിസ്റ്റ് ഇട്ട് തന്നത്. നിങ്ങൾ അത് വാങ്ങിക്കൊണ്ട് വന്നില്ലേ? ആവശ്യമില്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. ശരി. അശോ, ഇതൊക്കെ എന്തിനാ? ഇന്നെന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഇന്ന് ഞാനാണ് നിന്റെ ചേച്ചി, നീ എനിക്ക് അനിയത്തി. മിണ്ടാതിരിക്കെ. കുറെ നേരമായിട്ട് വിളിക്കണല്ലോ. ഇത്രയും തവണ ഫോൺ വിളിക്കുകയാണെങ്കിൽ അതേതെങ്കിലും ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കില്ലേ മോനെ? ഫോൺ എടുത്ത് എന്താണെന്ന് ചോദിക്കാം. അത് കുഴപ്പമില്ല അമ്മേ, ഞാൻ പിന്നീട് വിളിച്ചോളാം. മോളെ, ചെറുക്കൻ വീട്ടുകാർക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ മോള് വേണം എല്ലാം ശ്രദ്ധിക്കാൻ. ഗീത, അവരിങ്ങ എത്തി. നീ ഇങ്ങോട്ട് വാ. അല്ല, നാണമൊക്കെ ഉണ്ടോ? ഈ നാണമൊക്കെ ഇപ്പൊ തന്നെ തീർത്താൽ എങ്ങനെയാ? ചേട്ടനെ നേരിട്ട് കാണുമ്പോ കുറച്ച് നാണം കാണിക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ശരിയാവാ? കുറച്ച് ബാക്കി വെച്ചേക്ക്. പൊടി, ഞാനെവിടെ പോവാനാ? കല്യാണം കഴിഞ്ഞ് നീയാണ് ഞങ്ങൾ എല്ലാവരും വിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങോട്ട് ഇരിക്കും. മോൻ അവിടെ ഇരിക്കും.
ഇതേ മോള് റെഡിയായെന്ന് നോക്ക്. ആ ശരി നോക്കാം. സഞ്ജന അതൊക്കെ ഇങ്ങോട്ട് എടുത്തേ. ശരണ്യ ശരണ്യ ചേച്ചി റെഡിയാക്കിയോ? ചെറുക്കന്റെ മുമ്പിൽ വന്നിരിക്കാൻ എന്റെ ചേച്ചി റെഡി. നാണിക്കാതെ നല്ല ധൈര്യത്തോടെ എന്റെ ചേച്ചിയെ തലയുയർത്തി നോക്കാനുള്ള ഗട്സ് ചെറുക്കനുണ്ടോ ഇല്ലയോന്ന് ചേട്ടനോട് ചോദിക്കേ. മതി നിന്റെ വായാടിത്തരമൊക്കെ. ആ പിന്നെ ഞാൻ വിളിക്കുമ്പോ ചേച്ചിയെ കൊണ്ടങ്ങ് വരണേ, കേട്ടല്ലോ? വിശ്വനാഥ സാറേ, കോളേജ് ലൈഫിൽ അറിയാതെ തന്നെ ഞങ്ങളുടെ ആനന്ദയ്ക്ക് നിങ്ങൾ ചേട്ടനായി. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ട ആളായി. ഇപ്പോഴാണെങ്കിലോ നേരിട്ട് തന്നെ ഞങ്ങളുടെ ബന്ധുക്കളും ആവാൻ പോവാ. നിങ്ങളുടെ കുടുംബവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. നിങ്ങൾക്ക് വെറും സന്തോഷം മാത്രമല്ലേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾക്കിത് ഭാഗ്യമാണ്. ചേച്ചി, ചേട്ടൻ കാണാൻ എങ്ങനെയുണ്ടോ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരണ്യ, നീ അകത്ത് പോയി അവരെ സഹായിക്കേ. ചേച്ചി പെണ്ണ് കാണാൻ വന്നത് ഇദ്ദേഹമാണോ ആനന്ദ ഭൈരവി ആന്റിയുടെ മകൻ?